ഫ്രണ്ട്സ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയോട് നിങ്ങളുടെ ഇഷ്ടം തുറന്നു പറയാൻ എന്തെന്നില്ലാത്ത പേടി, നിങ്ങളുടെ ബോസിനോട് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം പറയുവാൻ എന്തെന്നില്ലാത്ത ഭയം, ഇനി എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നേരത്തെ ഇതുപോലെയുള്ള ഭയം അല്ലെങ്കിൽ ഡൗട്ട്, നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്നും ചെയ്യണമെന്നും ഒക്കെ അതിയായ ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല താനും. സത്യത്തിൽ ഇവിടെ കോൺഫിഡൻസ് ഇല്ലാത്തതല്ല പ്രശ്നം, നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഈ സെൽഫ് കോൺഫിഡൻസ് നമുക്ക് മിററിന്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് ഞാൻ വളരെ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണെന്ന് ദിവസം 1000 വട്ടം പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം ബ്രെയിൻ എപ്പോഴും തേടുന്നത് എവിഡൻസ് ആണ്. അപ്പം ഞാൻ ആത്മവിശ്വാസമുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ തന്നെ ബ്രെയിൻ ഇന്നലകളിലെ നമ്മുടെ ഫയലുകളൊക്കെ അങ്ങോട്ട് എടുക്കാൻ നോക്കും. ഇന്നലെ നീ അദ്ദേഹത്തെ കണ്ടപ്പോൾ പേടിച്ചാണല്ലോ നിന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ നീ ഒഴിഞ്ഞു മാറിപ്പോയല്ലോ. ഈ രീതിയിൽ ബ്രെയിൻ എപ്പോഴും എവിഡൻസ് ആണ് തേടുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു ആക്ഷൻ നമ്മൾ എടുക്കാനായിട്ട് തയ്യാറാവുക. ചെറിയൊരു ആക്ഷൻ മതി. ആ ഒരു ആക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന് കിട്ടുന്ന എവിഡൻസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ കോൺഫിഡൻസ് ഉയരും. വീണ്ടും അതുപോലെ ചെറിയൊരു ആക്ഷൻ എടുക്കുന്നു, ബ്രെയിനിന് വീണ്ടും ഒരു എവിഡൻസ് കിട്ടുന്നു, വീണ്ടും നമ്മുടെ കോൺഫിഡൻസ് ഉയരുന്നു. അപ്പോൾ നിരന്തരമായിട്ട് ഇങ്ങനെ പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ അങ്ങോട്ട് ഉയരാൻ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഉയർത്തുവാൻ ഒരു എക്സസൈസ് ചെയ്താലോ? നിങ്ങളൊരു പേപ്പറും പേനയും എടുക്കുക. ശേഷം നിങ്ങൾ നെഗറ്റീവായിട്ട് വിശ്വസിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുക. സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് എഴുതേണ്ടത്? ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ആത്മവിശ്വാസം ഇല്ലാത്ത വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ എഴുതാം, എനിക്ക് ആത്മവിശ്വാസം തീരെയില്ല. അപ്പോൾ അതിന് താഴെ ഇനി പോസിറ്റീവായിട്ട് അതിനെ എഴുതുക. അതായത് ഞാൻ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ്, ഞാൻ എല്ലാവരോടും ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നു. എന്നാൽ ഇനി ഇങ്ങനെ എഴുതിയതുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. അതിനു വേണ്ടുന്ന ചെറിയൊരു ആക്ഷൻ നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നെക്സ്റ്റ് ടൈമിൽ നമ്മുടെ ബോസിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോട് വലിയ അഭിപ്രായങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. ഒരു 2 വരിയിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പറയുക. ഹായ് സാർ, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു, അല്ലേ? ഒരു വിഷയെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സാഹചര്യം നോക്കി കൊടുക്കുക. വാലിന് തീപിടിച്ച് പോകുന്ന സമയത്താണ് ഇത് പറയുന്നതെങ്കിൽ ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു വിഷു കൊടുത്തു, അതായത് ഒരു ആക്ഷൻ എടുത്തു. അപ്പോൾ വീണ്ടും നമ്മൾ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ ബ്രെയിൻ എവിഡൻസ് തേടാൻ തുടങ്ങും. ഇന്നലെയും നമ്മുടെ ബോസിനെ കണ്ട് നമ്മൾ ഒരു വിഷു കൊടുത്തു, അപ്പോൾ ഒരു എവിഡൻസ് അവിടെ കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലൊരു കോൺഫിഡൻസ് അങ്ങോട്ട് കൂടാൻ തുടങ്ങും. വീണ്ടും അടുത്ത ദിവസം ചെറിയൊരു ആക്ഷൻ എടുക്കുക. ഇങ്ങനെ ആക്ഷൻ എടുക്കും തോറും ബ്രെയിനിന് കൂടുതൽ എവിഡൻസ് കിട്ടുന്നു, അതിലൂടെ നമ്മുടെ കോൺഫിഡൻസ് കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കുന്നതിലൂടെയാണ് സത്യത്തിൽ നമ്മുടെ കോൺഫിഡൻസ് നല്ല രീതിയിൽ ഉയർത്തുവാൻ നമുക്ക് കഴിയുന്നത്.